നമ്മളിന്ന് ആലപ്പുഴയ്ക്ക് പോവുകയാണ്. ബസ്സിലോ ട്രെയിനിലോ പോകാമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇവൻ എന്നെ ബൈക്കിൽ പോകുന്നതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് കൺവിൻസ് ആക്കി. പൊതുവേ റോഡിനോട് വലിയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലോങ് ഒക്കെ പോകാൻ ഞാൻ എപ്പോഴും ബസ്സോ ട്രെയിനോ ആണ് പ്രിഫർ ചെയ്യാറ്. അങ്ങനെ ജീവൻ കൈ പിടിച്ച് 2 മണിക്കൂർ ഇരുന്നതിന് ശേഷം നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 2 ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ വരുന്ന 2 ഇണക്കുരുവികളെയാണ് നമ്മൾ ഇത്രയും നേരം കാത്തു നിന്നത്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ ക്യാമുകനുമാണ്. ആക്ച്വലി ഞങ്ങളിന്ന് വന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അവളുടെ കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ വൈകിട്ട് 7 മണിക്കാണ് അവർക്ക് ബസ്. അപ്പോൾ അതുവരെയും നമുക്ക് സമയമുണ്ടല്ലോ, എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം, എനിക്ക് തീരെ മടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് വ്ളോഗ് ഇടാനായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം, അങ്ങനെ ഞങ്ങളിങ്ങനെ ഭൂലങ്കഷമായി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആലപ്പുഴക്കാരൻ കൂടിയായ അനന്തു പുളിങ്കുന്ന് പോകാമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. അവിടെ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് കായലും പിന്നെ കുറേ വയലും പിന്നെ നമ്മുടെ ജെസ്സിയുടെ പള്ളിയും ഉണ്ടെന്ന്. ഏത് വിണ്ണൈ താണ്ടി വരുവായ. ഞാൻ പിന്നെ GVM ഫാൻ ആയതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഗ്രീൻ സിഗ്നൽ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് വന്ന പ്രിയദർശിനി ബസ് പിടിച്ച് പുളിങ്കുന്ന് പോയിക്കൊണ്ടിരിക്കുവാണേ. പോയ വഴിയുടെ 2 സൈഡിലും നിറയെ പച്ചപ്പായിരുന്നു. ഞാൻ പിന്നെ വല്ലാത്തൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് എന്നെ ഈ പച്ചപ്പ് ഹരിതാഭ്യം വല്ലാണ്ടങ്ങ് അട്രാക്റ്റ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പ് ഹരിതാഭ്യം കാണാൻ കൊതിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോകാറുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കായലാന്ന്. പക്ഷെ ഇത് കണ്ടിട്ട് കായലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കായലായിട്ട് തോന്നുന്നില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്തിരുന്ന ബുദ്ധിജീവിയോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന്. ഇതിപ്പോൾ കായലായിട്ടും തോടായിട്ടും എന്തൊക്കെയോ ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് കായലിൻ്റെ മറ്റൊരു വകഭേദമാണെന്ന് അവൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷെ അതങ്ങനെയല്ല, വയലിൽ വെള്ളം കയറി കിടക്കുന്നതാണെന്ന് അനന്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ഈ തെറ്റിദ്ധാരണകൾക്കും നല്ല അടിപൊളി കാഴ്ചകൾക്കും ഒക്കെ ഒടുവിൽ പുളിങ്കുന്നെത്തിയിട്ടുണ്ട്. വെള്ളം എനിക്ക് കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ, ഇറങ്ങാൻ തീരെ ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ കൂടെ വന്നതുങ്ങൾക്കൊക്കെ അഡ്വഞ്ചർ വേണോ, അത്ര അഡ്വഞ്ചർ. അപ്പോൾ അവർക്ക് 3 പേർക്കും അപ്പുറത്തെത്തണം, പള്ളി കാണണം, പള്ളിക്കകത്ത് കയറണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ജങ്കാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞതാ. അതല്ലെങ്കിൽ ബോട്ടും ഉണ്ടായിരുന്നു, അതിലും പോകാമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ ഇവറ്റകൾക്ക് ഒതൻറ്റിക് വള്ളം തന്നെ വേണം. എന്നാൽ പിന്നെ നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാമെന്ന് ഞാൻ പറഞ്ഞതാ. സമ്മതിച്ചില്ല. എന്നെ ബലപ്രയോഗത്തിലൂടെ ഇതിൻ്റെ അകത്ത് കയറ്റിയിരിക്കുന്നതാണ്, ഞാൻ മനസ്സോടുകൂടി കയറിയിരുന്നതല്ല. ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ അറിയില്ലേ, പ്ലിങ്ങായി പേടിച്ചിരിക്കുവാണ് ഞാൻ. ഇത് ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഞാൻ എൻ്റെ ബോഡിയും മൈൻഡിനെ ഏകാഗ്രമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങിയാൽ എന്ന് നിൻ്റെ മൊയ്തിയിൽ പൃഥ്വിരാജിൻ്റെ അവസ്ഥയാവുമെന്ന് വിചാരിച്ചിട്ട് ശ്വാസം കയ്യിൽ പിടിച്ച്, ശ്വാസം പോലും നമ്മളെ വീട്ടാവും എന്ന് വിചാരിച്ച് ശ്വാസം കയ്യിൽ പിടിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ ജെസ്സിയുടെ പള്ളി. അങ്ങനെ കാലനുമായൊരു 10-15 മിനിറ്റ് കോൺവെർസേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ അപ്പുറത്തെത്തിയിട്ടുണ്ട്. വള്ളത്തിലൊക്കെ ആൾക്കാർ ഫോട്ടോഷൂട്ട് വരെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഞാനിവിടെ അവിടെ നിന്ന് ഇപ്പുറത്ത് വരെ വരാനായിട്ട് ആ വള്ളത്തിൻ്റെ അകത്ത് ശ്വാസം പിടിച്ച് ഇത്രയും നേരം ഇരുന്നത്. ആ ധീരതയെ എല്ലാവരും പ്രശംസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വന്നപ്പോൾ തൊട്ട്. സീരിയസ്ലി എനിക്കിത് മുന്നേ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ മുന്നേ കയറിയിട്ടൊക്കെയാണ് ഞാൻ വെള്ളത്തിൻ്റെ അകത്തൊക്കെ പോയിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഈയിടെയായിട്ട് എനിക്ക് ആൻസൈറ്റി ഇഷ്യൂസ് കുറച്ച് കൂടിയതിന് ശേഷമാണ് ഈ വെള്ളമൊക്കെ ഭയങ്കര പേടിയായി തുടങ്ങിയത്. പക്ഷെ എനിക്കൊന്ന് ഇപ്പുറത്തെത്തിയതിന് ശേഷം എനിക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല. തിരിച്ച് പോകാനായിട്ട് പിന്നെ കുറച്ചും കൂടിയൊക്കെ ധൈര്യം ഞാൻ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഇവറ്റകൾക്ക് ചേഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചും വള്ളത്തിൽ തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. എന്തായാലും നമുക്കിനി ധൈര്യം സംഭരിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ വാങ്ങിച്ചാൽ ഞാൻ കുടിച്ചില്ല. ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും അതേ വള്ളം മാർഗം തിരിച്ച് വരുവാണ്. പക്ഷേ ഇത്തവണ എനിക്ക് പിന്നെ പേടിയൊന്നുമില്ല, വലിയ പ്രശ്നമില്ലാതെയൊക്കെ ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെത്തിയതിന് ശേഷം അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, അപ്പം തന്നെ അടുത്ത ബസ് വന്നിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറാൻ പോയപ്പോഴാണ് അടുത്ത ടെസ്റ്റ്. ലെവൽ ഇട്ടുകൊണ്ട് വന്ന ചെരുപ്പ് പൊട്ടിപ്പോയി. ഭാഗ്യവശാൽ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറുന്ന സമയത്താണ് പൊട്ടിയത്. നമ്മളങ്ങനെ ഒരുപാട് നേരമൊന്നും എടുത്തില്ല, പോയി പെട്ടെന്ന് വന്നു. അപ്പോൾ തിരിച്ച് നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡിലെത്തിയോടെ നമ്മൾ ചെരുപ്പ് ഹണ്ടിങ് തുടങ്ങി. കാര്യം നമ്മൾ അത്യാവശ്യഗതിയിലാണ് ഇപ്പോൾ വാങ്ങിക്കാൻ പോകുന്നതെങ്കിലും നമ്മുടെ ടേസ്റ്റിനൊത്തതല്ലാത്തതൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ എല്ലാ കടയിലും കയറി ഇറങ്ങി ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരിടത്ത് ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചു. അതാണെങ്കിലോ ട്വിന്നിങ്ങായി. എൻ്റെതുപോലത്തെ ചെരുപ്പ് എല്ലാവർക്കും അതാ ഇഷ്ടമായത്. എന്നാൽ പിന്നെ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾക്ക് എപ്പോഴും പറ്റുന്നൊരു പറ്റാണ്. ഞങ്ങൾ ഇന്ന് വരെ മനഃപൂർവ്വം ഒരുപോലത്തെ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് സെയിം ആയതുകൊണ്ടായിരിക്കണം മിക്ക സാധനങ്ങളും വാങ്ങി വരുമ്പോൾ ഒരുപോലെ ഇരിക്കും. ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. അവൾ ഏതെങ്കിലും ടോപ്പ് എടുത്തിട്ടുണ്ടാവും, ഇത് ഞാൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പോയി പിന്നെ എപ്പോഴെങ്കിലും ടോപ്പ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ എടുത്തിട്ട് വരുന്നതും
അതേ സാധനം തന്നെയായിരിക്കും. ഒരേപോലത്തെ ചുരിദാർ, ഒരേപോലത്തെ ടോപ്പ് എല്ലാം ഞങ്ങളങ്ങനെ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ എടുത്തിട്ട് വരാറുണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകുമ്പോഴാണ് അറിയുന്നത് ഒരേപോലത്തെയാണ് എടുത്തതെന്ന്. എന്ത് ചെയ്യാൻ, ഭീകരമായൊരു ടെലിപ്പതിയാണ് ഞങ്ങൾക്കിടയിൽ. അങ്ങനെ നമ്മൾ ട്വിന്നിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലം തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ അനന്ത് പറഞ്ഞു അവിടെ എവിടെ നല്ലൊരു കഫേ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ റംബൂട്ടാൻ കണ്ടപ്പോൾ എനിക്ക് കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങളൊരു 1/2 കിലോ റംബൂട്ടാൻ വാങ്ങി. അതാകുമ്പോൾ ഹെൽത്തി സ്നാക്കിങ്ങും ആയല്ലോ. വാങ്ങിയിട്ട് ഞങ്ങളത് കഴിച്ചുകൊണ്ട് നടന്നു. നല്ല റംബൂട്ടാനായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് കഫേയിലെത്തി. കാട് പോലെ ഇരിക്കുന്ന ഒരു കഫേ, മൊത്തം കാടാണ് കേട്ടോ. അവരവിടെ കാടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ്. ശരിക്കും ഒരു കാടിൻ്റെ വൈബാണ് അവരോട് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളവിടുന്ന് അൽഫാം ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് അൽഫാമിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ലൈക്ക് നമ്മുടെ ഈ ഫിഷ് ഐറ്റംസിൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ ഉണ്ടായിരുന്നു, അൽഫാമിൻ്റെ ടേസ്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് അതത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതർവൈസ് കഫേയുടെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വിജയകരമായി നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചതിന് ശേഷം അവരെ കൊണ്ട് ബസ് കയറ്റി ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അവരുടെ ബസ് ലേറ്റാണെന്ന് അറിഞ്ഞത്. പിന്നെ അവരുടെ ബസ് വരുന്നവരെ നമ്മളവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവരുടെ ബസ് വരാറായപ്പോഴത്തേക്കും ഞങ്ങൾ വരാനായിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് മഴയും പെയ്തു. നല്ല ഇരണം. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ മഴ ഒട്ടും നിലയ്ക്കുന്നൊരു കോള് കാണാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. കാരണം 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടടുത്ത് 3 മണിക്കൂർ എടുത്തു എത്താനായിട്ട്. അപ്പോൾ സാരാംശം ഇത്രയേ ഉള്ളൂ. ബസ്സിന് പോയാൽ മതിയായിരുന്നു എന്ന് എൻ്റെ തീരുമാനം ശരിയായിരുന്നു. ഓക്കെ, ബൈ.